ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. അതിന് 3 കഷ്ണം പൈനാപ്പിൾ എടുക്കുക. അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. 1 കപ്പ് പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അര നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കണം. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, ശകലം കായപ്പൊടി എടുക്കണം. കടുക് വറുക്കാൻ നല്ലെണ്ണ കൂടെ നമുക്ക് വേണം. ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് ഉലുവ നന്നായിട്ട് വറുത്തെടുക്കണം. ആ വറുത്ത ഉലുവ പൊടിച്ചെടുത്ത് വച്ചേക്കണം. അത് കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. 1/4 ടീസ്പൂൺ കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർക്കണം. ഇതിനെ നന്നായി നമ്മൾ വഴറ്റണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, ശകലം കായപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ള് ഉലുവ പൊടി കൂടെ ചേർക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നാരങ്ങ നീരൂടെ ചേർത്ത് ഒരിക്കൽ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ അച്ചാർ റെഡി. പൈനാപ്പിൾ അച്ചാർ റെഡി. ഇത് വളരെ ടേസ്റ്റിയാണ്. നല്ല മധുരവും പുളിയും ഉപ്പുമായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഇതുപോലെ നിങ്ങളും പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.